ഹലോ ഗൈസ്, മഴക്കാലത്ത് എന്ത് വെച്ചാലും മണ്ണിൽ പിടിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ ഞാനും എൻ്റെ അമ്മയും കൂടെ ഇന്ന് രാവിലെ തന്നെ ചെടിപ്പണികൾക്ക് ഇറങ്ങി തിരിച്ചു കേട്ടോ. നമുക്കിന്ന് മൾബറി ചെടി കിട്ടിയിട്ടുണ്ട്, റോസ് കൊമ്പ് കിട്ടിയിട്ടുണ്ട്, അതേപോലെ മൈലാഞ്ചിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഏരിയയിലുള്ള എല്ലാ വീടുകളിലും കയറി ഇറങ്ങി നമ്മുടെ വീട്ടിലില്ലാത്ത എല്ലാ ചെടികളും കളക്ട് ചെയ്ത് കൊണ്ടുവരലായിരുന്നു ഇന്നത്തെ മെയിൻ പണി. ഇഷ്ടംപോലെ കാട് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളതെല്ലാം കൂടെ വെട്ടിക്കൂട്ടി കുഴിച്ചിടാൻ പാകത്തിന് കൊമ്പുകളാക്കി എടുത്തിട്ടുണ്ട്. കമ്പിപ്പാര തപ്പാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിൽ പോയ നേരത്ത് ഞാൻ വിചാരിച്ചു പച്ചക്കറി തോട്ടത്തിൽ എന്തൊക്കെ ഉണ്ട് നിങ്ങളെ കാണിച്ചു തരാമെന്ന്. ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ ചെടിയും അതേപോലെ മുരിങ്ങയുടെ ചെടിയും വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ മുരിങ്ങയുടെ കൊമ്പ് വെച്ചപ്പോൾ നല്ലപോലെ തഴച്ച് വളർന്നിട്ടുണ്ട് കേട്ടോ. ഈ വാഴ നനയുമ്പോൾ ചീര നനയെന്ന് പറയുന്നത് പോലെ അതിന് തൊട്ട് താഴെയായിട്ട് രണ്ട് കുഞ്ഞി കറ്റാർ വാഴ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയത് കണ്ടപ്പോൾ. പിന്നെ നമ്മൾ ചെറിയൊരു കറിവേപ്പ് ചട്ടയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതും സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ദാറഞ്ചം പുറഞ്ചും ഇവിടെ കുഴികൾ കുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. മൾബറി വെക്കണം, റോസ് കൊമ്പ് വെക്കണം, മൈലാഞ്ചി വെക്കണം. ഇതിൽ നമ്മൾ റോസ് കൊമ്പ് വെക്കുമ്പോൾ ഒരു കഷ്ണം കറ്റാർവാഴയുടെ ഉള്ളിൽ റോസ് കൊമ്പ് ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ ഇത് നടാൻ പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വളർന്ന് പരന്ന് പിടിക്കും എന്നാണ് ഇമ്മീൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഗാർഡൻ്റെ അപ്ഡേഷൻസ് ചോദിച്ച ആൾക്കാർക്ക് വേണ്ടി തൽക്കാലം നിങ്ങൾ ഈ കറ്റാർവാഴയുടെ ചെടികളൊക്കെ കണ്ട് സംതൃപ്തരാകൂ. അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി കഥകൾ പറഞ്ഞു തരാം.